നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മലങ്കര ഡാമിന്റെ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. ഇതുവരെ പരിശോധിച്ചതിൽ ഏറ്റവും മോശം അണക്കെട്ട് ഇതാണെന്നും ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ. ജില്ലാ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സദസ്സ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മൂലമറ്റം, തൊടുപുഴ, പാലാ റൂട്ടുകളിൽ ബുധനാഴ്ച മുതൽ അവർ ബസ് സർവീസ് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. മാറാട് സംഭവം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയെ മാറാട് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി. വണ്ണപ്പുറത്ത് തറുതല കുളത്തിൽപ്പടി റോഡിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇടവെട്ടിയിലെ പ്രധാന ജലസ്രോതസ്സായിരുന്ന ഇടവെട്ടിച്ചിറ നാശത്തിന്റെ വക്കിലേക്ക്. നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന ചിറയാണ് ഇപ്പോൾ വറ്റിവരണ്ടിരിക്കുന്നത്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മലങ്കര അണക്കെട്ട് അഴിമതിയുടെ കൂത്തരങ്ങാണെന്നും ഇതുവരെ പരിശോധിച്ചതിൽ ഏറ്റവും മോശാവസ്ഥയിലെ അണക്കെട്ട് ഇതാണെന്നും ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പറഞ്ഞു. കാൽനൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള മലങ്കര ഡാമിന് ഈ സ്ഥിതി വന്നത് നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണെന്നും കുളമാവ് അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഇടുക്കിയിലെ അണക്കെട്ടുകളുടെ ചോർച്ച പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡാമുകൾ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡാം കണ്ടതിൽ ഏറ്റവും മോശം ഡാം, അഴിമതിയുടെ കോൺക്രീറ്റ് പ്രൂഫ് എന്ന് വേണം ഈ ഡാമിനെ പറയാൻ. ഡാമിൻ്റെ ഇൻസ്പെക്ഷൻ ഗാലറി മാസീവ് ലീക്കാണ്. അതേസമയത്ത് ഒരു പെക്യുലാരിറ്റി, എർത്തൻ പോർഷൻ ലീക്കില്ല, കോൺക്രീറ്റ് ഡാമാണ് ലീക്ക് ചെയ്യുന്നത്. അപകടാവസ്ഥയാണ് തീർച്ചയായിട്ടും, ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. പരിചയ വെള്ളം ഇപ്പോൾ വലിയ ഹൈ ലെവലില്ല. പിന്നെ ഒരിക്കലും ഡാം പൊളിയാൻ മാത്രം പ്രശ്നമൊന്നുമില്ല. ഡാമിന് ക്വാളിറ്റി കൺസ്ട്രക്ഷനാണ്, ഇതിനേക്കാളും വീതി കുറഞ്ഞ സ്ട്രക്ചർ മതിയായിരുന്നു. മലങ്കര ഡാമിന്റെ ഇൻസ്പെക്ഷൻ ഗാലറിയിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഭാഗത്ത് പലയിടത്തും ചോർച്ചയുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ചെടുത്ത് കാര്യമായ ചോർച്ചയില്ല. ഡാമിന്റെ സ്പിൽവേ ഷട്ടറിലും 63-ലും ചെറുപ്പമായി ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. ഡാം സുരക്ഷാ പരിശോധനയ്ക്കായി എത്തിയ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ചെറുപ്പക്കാരെക്കാളും ആവേശത്തിലാണ് ഡാമും പരിസരവും ചുറ്റി നടന്ന് വീക്ഷിച്ചത്. ഡാം സുരക്ഷാ പരിശോധനയ്ക്ക് എത്തിയ അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെറുപ്പക്കാരെക്കാൾ ഉത്സാഹത്തിലായിരുന്നു. മതിൽ ചാടിക്കടന്നും കുത്തനെ താഴേക്കുള്ള ഇരുണ്ടുമൂടിയ ഗാലറിക്കുള്ളിൽ ഇറങ്ങിയും അദ്ദേഹം 63-ലും ചെറുപ്പമാണെന്ന് തെളിയിച്ചു. ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും കയറാൻ മടിച്ച സ്ഥലങ്ങളിൽ കനത്ത വെയിലിനെ അവഗണിച്ചും രാമചന്ദ്രൻ നായർ കയറിയിറങ്ങി. പിന്നീട് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ 8-ാമിടം മെയ് 1 ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 6 മുതൽ വിശുദ്ധ കുർബാന. 10:15-ന് ഫാദർ ഇമ്മാനുവൽ കുന്നംകുളം തിരുനാൾ കുർബാന അർപ്പിക്കും. ഫാദർ ജോർജ് ഞാർക്കുന്നേൽ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം. ജില്ലാ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സദസ്സ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ തൊടുപുഴയിൽ നടത്തിയ നവോത്ഥാന സദസ്സിൽ കേരള നവോത്ഥാനം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ പ്രബന്ധ അവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മോശം സംസ്കാരം, അധമമായ സംസ്കാരം നിലകൊണ്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അന്ന് കേരളം എന്ന് പറയില്ല, എങ്കിലും ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന പ്രദേശം ആയിരുന്നു. ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയുക ജാതിയാണ്. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ പഠിക്കുവാനുള്ള അവകാശം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകി 3 ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്ന കർഷക സംഘം ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. പ്രക്ഷോഭത്തിന് ആഹ്വാനവുമായി കർഷക സംഘം ജില്ലാ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് സാമുദായിക ശക്തികൾക്ക് മുമ്പിൽ KPCC കീഴടങ്ങിയിരിക്കുകയാണ്. സാമുദായിക ശക്തികൾക്ക് മുമ്പിൽ KPCC കീഴടങ്ങിയ കോൺഗ്രസ് ഈ കേരളത്തിൽ ഒരു മതേതര പാർട്ടി
പാർട്ടിയല്ലേ? ആ മതേതര പാർട്ടിയായ കോൺഗ്രസ് ഇവിടുത്തെ ജാതി സംഘടനകൾക്കും മതസംഘടനകൾക്കും കീഴ്പ്പെട്ടിരിക്കുന്നതാണ്. മൂലമറ്റം, തൊടുപുഴ, പാലാ റൂട്ടുകളിൽ ബുധനാഴ്ച മുതൽ അവർ ബസ് സർവീസ് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലാ, തൊടുപുഴ, മൂലമറ്റം, തൊടുപുഴ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ ഉടമകൾ ചേർന്ന് കമ്പനി രൂപീകരിക്കുന്നു. 1-ാം തീയതി മുതൽ അവർ ബസ് എന്ന പേരിലാകും ഈ റൂട്ടിലെ ഷട്ടിൽ ബസ്സുകളെല്ലാം സർവീസ് നടത്തുക. കമ്പനിയുടെ പേരിൽ രൂപീകരിക്കുന്ന സൊസൈറ്റിയിലാകും ഇനി മുതൽ കളക്ഷൻ തുക വാങ്ങുന്നത്. ബസ് സർവീസ് സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും കമ്പനി ഡയറക്ടർ ബോർഡിന്റെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും. അനാവശ്യമായ മത്സര ഓട്ടങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇതിന്റെ പേരിൽ തൊഴിലാളികൾ തമ്മിലും മറ്റും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കമ്പനി രൂപീകരിക്കാൻ ഉടമകളെ പ്രേരിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ പ്രാരംഭഘട്ടമെന്ന രീതിയിൽ പാലാ, മൂലമറ്റം 2 റൂട്ടുകളാണ് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ റൂട്ടിലെ മുഴുവൻ ബസ്സുകളും ഒരു സൊസൈറ്റിയുടെ കീഴിൽ കൊണ്ടുവന്ന് വൈകിട്ട് കിട്ടുന്ന പൈസ എല്ലാവർക്കും ഈക്വലായി വീതിക്കുക. ഈക്വലായി വീതിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വീതിക്കുക. അതുകൂടാതെ പുതിയ ബസ്സിന് 500 രൂപ അഡീഷണലായി കൊടുക്കുകയും പിറ്റത്തെ വർഷം 400 രൂപയായും അങ്ങനെയും ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമൂലം ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ആക്ഷേപങ്ങൾ വരുന്നത് പോലെ, നിങ്ങളുടെയൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടി വരുന്നത് പോലെ മത്സര ഓട്ടങ്ങൾ, പബ്ലിക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുക. നാളെ മുതൽ ഈ 2 റൂട്ടിലും ബസ്സുകൾ ചെയ്യുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന സമയത്ത് ഓടുക എന്ന് മാത്രമാണ്. ഒരു ബസ്സുമായി തൊടുപുഴയിൽ ക്യാമറകൾക്കായി സ്ഥാപിച്ച പോസ്റ്റുകളിൽ പരസ്യം പാടില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലും പരസ്യങ്ങൾ കയറിക്കൂടി. മാറാട് സംഭവം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയെ മാറാട് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി. PWD റെസ്റ്റ് ഹൌസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി AP അപ്പു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി S പത്മഭൂഷൺ, താലൂക്ക് പ്രസിഡന്റ് AG അമ്പിളിക്കുട്ടൻ, KP സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാറാട് പള്ളിയിലെ 2 കലണ്ടറിൽ അവര് ആ ദിവസം ചുമന്ന അക്ഷരത്തില് ചുമന്ന മഷി കൊണ്ട് വരച്ചു വച്ചിരുന്നു. അതുപോലെ 300ഓളം വാളുകളാണ് മാറാട് പള്ളിയിൽ നിന്ന് കണ്ടെടുത്തത്. അതുപോലെ മാറാട് കലാപം നടക്കുന്നതിന് 2 തൊടുപുഴ മുതലക്കോടം റോഡിൽ മാവഞ്ചൂട്ടിൽ നിയന്ത്രണം വിട്ട കാർ കള്ളുഷാപ്പിന് സമീപത്തേക്ക് മറിഞ്ഞു. പകുതി ഭാഗം റോഡിൽ നിന്നതിനാൽ അപകടം ഒഴിവായി. കൊടുംവളവിൽ വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കാനാകാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കാർ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുക. വണ്ണപ്പുറത്ത് തറുതല കുടത്തിൽപ്പടി റോഡിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. സമീപത്തുള്ള വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ റോഡിലേക്ക് നിക്ഷേപിക്കുന്നത് മൂലം ദുർഗന്ധം വമിക്കുകയാണ്. പഞ്ചായത്തിന്റെ ആരോഗ്യ പരിപാടികൾ വീടുകളിൽ വന്ന് പനിയുണ്ടോ എന്ന് മാത്രം അന്വേഷിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതായും പൊതുവഴി മാലിന്യം കെട്ടിക്കിടക്കുന്നതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഈ അവസ്ഥ ദുരന്തവും വൃത്തിഹീനവുമായ റോഡ് ഇങ്ങനെ കിടക്കുന്നതാണ് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറിനോട് ഞങ്ങളിത് പല രീതിയിൽ പറഞ്ഞു, 2 മെമ്പർമാരോട് പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല. നാടിന്റെ വികസനത്തിനായി ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇടവെട്ടിച്ചിറയുടെ നാശത്തിന് കാരണം. ഒരു കാലത്ത് ജലസമൃദ്ധമായിരുന്ന ഇടവെട്ടിയിലെ ഈ ചിറ ഇന്ന് കാറ്റുപോയ ബലൂൺ പോലെയാണ്. വാട്ടർ സ്റ്റേഡിയം എന്ന സർക്കാർ പ്രഖ്യാപനവും കടലാസിലൊതുങ്ങി. 3.5 ഏക്കർ വിസ്തൃതിയിൽ ജലസമൃദ്ധമായിരുന്ന ഈ ചിറയാണ് ഒരു കാലത്ത് ഇടവെട്ടിയുടെ 2.5 കിലോമീറ്റർ ചുറ്റളവിലെ കൃഷികളെയും കുടിവെള്ളത്തെയും നിലനിർത്തിയിരുന്നത്. കേരളപ്പിറവിയുടെ 50ാം വാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് 2006-ൽ ഇവിടെ അന്താരാഷ്ട്ര വാട്ടർ സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്.
സ്റ്റേഡിയത്തോടൊപ്പം നാട്ടുകാർക്ക് കുളിക്കുവാനും കുടിവെള്ള സ്രോതസ്സാക്കാനുമുള്ള പ്രഖ്യാപനങ്ങളോടെയായിരുന്നു ഇതിന്റെ നിർമ്മാണോദ്ഘാടനം. സ്റ്റേഡിയം നിർമ്മാണത്തിനായി ആദ്യം തന്നെ ചിറയിലെ വെള്ളം മുഴുവൻ ഒഴുക്കി വറ്റിച്ചതിന്റെ ദുരിതമാണ് ഇവിടുത്തെ നാട്ടുകാരെന്നും അനുഭവിക്കുന്നത്. കാലം ചെയ്ത CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ പ്രഥമ ബിഷപ്പ് റൈറ്റ് റവറൻ മൈക്കിൾ ജോണിന്റെ കബറടക്ക ശുശ്രൂഷകൾ മെയ് 1 1 മണിക്ക് മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. ദേവാലയത്തിന്റെ അൾത്താരോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കബറിടത്തിലാണ് കബറടക്കം. ബിഷപ്പിന്റെ ഭൗതിക ശരീരം വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ വിലാപയാത്രയായി മേലുകാവും മറ്റത്തുള്ള വസതിയിലെത്തിച്ചു. ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 11:30 വരെ മഹാ ഇടവക ആസ്ഥാനത്തുള്ള HRDT സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ഭൗതിക ശരീരം വൈദികരുടെയും ശുശ്രൂഷകരുടെയും മിഷണറിമാരുടെയും സംഘടനകളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ വിലാപയാത്രയായി കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. 1 മണിക്ക് ആരംഭിക്കുന്ന കബറടക്ക ശുശ്രൂഷയ്ക്ക് ബിഷപ്പുമാരായ ഡോക്ടർ KG ദാനിയൽ, ഡോക്ടർ KJ ഷാമുവൽ, ഡോക്ടർ തോമസ് K. ഉമ്മൻ, ഡോക്ടർ ധർമ്മരാജ റസാലം, ഡോക്ടർ സാം മാത്യു, ഡോക്ടർ തോമസ് സാമുവൽ എന്നിവർ നേതൃത്വം നൽകും. ബിഷപ്പ് മൈക്കിൾ ജോൺ ഈസ്റ്റ് അശരണരും അവഗണിക്കപ്പെട്ടവരുമായ മലയോര ജനതയുടെ ഉയർച്ചയ്ക്കായി ഒരു മഹാ ഇടവക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ ബിഷപ്പ് മൈക്കിൾ ജോണിന്റെ 1/4 നൂറ്റാണ്ടത്തെ പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടായിരുന്നു. ഇടുക്കി ജില്ല പൂർണ്ണമായും കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ പ്രദേശം ഉൾക്കൊണ്ട് മേലുകാവ് കേന്ദ്രമാക്കി മഹാ ഇടവക എന്ന ആശയമുണ്ടാക്കുകയും തുടർന്ന് പുതിയ മഹാ ഇടവകയുടെ രൂപീകരണ സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനറായി റവറൻ KM ജോൺ എന്നറിയപ്പെട്ടിരുന്ന മൈക്കിൾ ജോണിനെ നിയമിക്കുകയായിരുന്നു. പുതിയ മഹാ ഇടവക രൂപീകരണത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് സ്ഥിതിവിവര കണക്കുകളും മറ്റും കൊണ്ട് അദ്ദേഹം നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചതോടെയാണ് 1982 മഹാ ഇടവക നിലവിൽ വന്നത്. ഇതിനിടെ പുതിയ മഹാ ഇടവകയുടെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ടിരുന്ന റവറൻ KM ജോൺ അച്ഛനെ 1984 ജനുവരി 5 ഈസ്റ്റ് കേരളയുടെ പ്രഥമ ബിഷപ്പായി തിരഞ്ഞെടുക്കുകയായിരുന്നു. നിർദ്ദിഷ്ട മഹാ ഇടവകയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് കരുതൽ ധനം കണ്ടെത്താൻ സ്കൂട്ടറിലും ബസ്സിലും യാത്ര ചെയ്ത് അദ്ദേഹം ഏറെ ക്ലേശിച്ചിരുന്നു. ലളിത ജീവിതശൈലികളുള്ള അദ്ദേഹം പഴയ ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആണ് ബിഷപ്പ് ഹൌസായി ഉപയോഗിച്ചിരുന്നത്. ഇടയ പരിപാലനം, സുവിശേഷീകരണം, വികസനം എന്നിവ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ശേഷം